ഞാൻ സംസാരിച്ച നെക്സ്റ്റ് വീഡിയോ ആണ് സ്റ്റഡി. ഫസ്റ്റ് ആയിട്ട് എന്ന് പറയുന്നത് ഭയങ്കര രസമായിട്ട് ഈ ഒരു ഐറ്റം കാണാനായിട്ട്. നമ്മുടെ ക്രഷ്ഡ് ഓർഗൻസയുടെ തന്നെ ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ, നന്നായിട്ട് ഒതുങ്ങി കിടക്കുന്ന സൈസ് ഫാബ്രിക്കാണ്. മാത്രമല്ല ഇതിൻ്റെ കളേഴ്സ് രക്ഷയില്ലാത്ത ഷെയ്ഡ്സാണ്. മെയിൻ കളറ് നമുക്കൊരു ക്രീം ഷെയ്ഡ്, അതിലോട്ട് പിങ്കിഷ് പീച്ചിൻ്റെ ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു വർക്കാട്ടോ. ഇതിൻ്റെ വർക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു കാണാൻ തന്നെ കൊതിയ, അത്ര നല്ല ഭംഗിയുള്ള ഷെയ്ഡും ആ ഒരു വർക്കും. പിന്നെ ദുപ്പട്ടയ്ക്കകത്തും രണ്ട് സൈഡിലും വർക്ക് കൊടുത്തിട്ടുണ്ട്, അകത്തോട്ടും ആ ഒരു സെയിം കളർ കോമ്പിനേഷൻ തന്നെ ഡിസൈൻ വരും. അപ്പോൾ ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ട് ആ ഒരു ത്രെഡ് വർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. ബോട്ടം വെച്ചേക്കുന്നതാണെങ്കിൽ പോലും ഈ ഒരു ക്രീം ഷെയ്ഡ് തന്നെയാണ്, അത് അതിൻ്റെ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. നിങ്ങൾക്ക് ഇനി ഇഷ്ടമാണെങ്കിൽ ബോട്ടത്തിന് വേണമെങ്കിൽ കോൺട്രാസ്റ്റ് നിങ്ങൾക്ക് വേണം യൂസ് ചെയ്യാം. ഇതിനിപ്പോൾ വെച്ചേക്കുന്ന ബോട്ടം എന്ന് പറയുന്നത് ഈ ഒരു ക്രീം ഷെയ്ഡാണ്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഭംഗിയായിട്ട് നിൽക്കുന്നത് ഈ ഒരു ക്രീം തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്രീം ബോട്ടം ഉണ്ടെങ്കിൽ ഇത് ലൈനിങ് ആക്കിയാൽ മതി. നല്ല ഫാബ്രിക് കേട്ടോ, എല്ലാം കൂടിയ മെറ്റീരിയൽ തന്നെയാണ് വെച്ചേക്കുന്നത്. നല്ല ലെങ്ത്തും ഉണ്ട്, ആവശ്യത്തിലധികം ലെങ്ത്തും വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ നമ്പർ AK336, റേറ്റ് 1550 രൂപയുള്ളൂ, 1550. ഇതിൽ രണ്ടാമത്തെ ഷെയ്ഡും ഇതും ഭയങ്കര രസമാണ്. ഇതിൻ്റെ കളേഴ്സ് എല്ലാം ഓരോ പീസും നമുക്ക് ഭയങ്കരമായിട്ട് കൊതിയാവും, അത്ര നല്ല ഷെയ്ഡ്സിലാണ് ചെയ്തേക്കുന്നത്. കളർ കോമ്പിനേഷൻ്റെ വർക്കിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ. യെല്ലോയുടെ കോമ്പിനേഷനാണ് രണ്ടാമത്തെ ഇത് വന്നേക്കുന്നത്. സത്യമായിട്ട് തയ്ച്ചിടാൻ തോന്നും, അത്ര രസമായത്. നന്നായിട്ട് ഒതുങ്ങി കിടക്കുകയും ചെയ്യും. നല്ലതായിട്ട് തന്നെ നമുക്ക് ആ ഒരു മനസ്സുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നൊരു ഭയങ്കര ഇഷ്ടം തോന്നുന്ന ഒരു കളേഴ്സാണ് എല്ലാത്തിനും തന്നെ കൊടുത്തേക്കുന്നത്. ക്രീം ഷെയ്ഡിലാണ്, ക്രീം ഷെയ്ഡ് പിന്നെ എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും തന്നെ ഇഷ്ടമാണ്. അപ്പോൾ അതിലോട്ട് മെയിനായിട്ട് നിൽക്കുന്ന മെയിൻ ഷെയ്ഡ്സ് മാത്രം എടുത്തിട്ട് ത്രെഡ് വർക്കാണ് മൊത്തത്തിൽ ചെയ്തേക്കുന്നത്. ഫുൾ ലെങ്ത്തിൽ തന്നെയുണ്ട് കേട്ടോ, നല്ല ലെങ്ത്തും ഫുൾ ആ ഒരു ഫ്രണ്ട് പോർഷനിൽ വർക്കും കൊടുത്തിട്ടുണ്ട്. കുഞ്ഞു സീക്വൻസ് വർക്കിന് ഭയങ്കര വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല, കുഞ്ഞായിട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ബാക്കി മൊത്തം മെയിൻ ആ ഒരു ത്രെഡ് വർക്ക് തന്നെയാണ്. സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിലും, ഫുൾ വർക്ക് തന്നെയാണ്. ഇതിൻ്റെ ബോട്ടം ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു കൂടിയ ഫാബ്രിക്, നമ്മുടെ നോർമൽ സാറ്റിൻ പോലെ അങ്ങനെ തിളക്കമൊന്നുമില്ല കേട്ടോ, കുറച്ച് കൂടിയ ഫാബ്രിക് അത് വെച്ചേക്കുന്നത്. നമ്പർ AK334, റേറ്റ് 1550 ആണ്. അടുത്ത ഷെയ്ഡ് കാണാം. ഇത് ഗ്രീൻ ആട്ടോ കോമ്പിനേഷൻ, പിസ്ത ഗ്രീൻ ആണോ, അതിലും ഭംഗിയാണ് കാണാനായിട്ട്. നോർമൽ പിസ്ത ഗ്രീനേക്കാളും ഭംഗിയുള്ളൊരു ഗ്രീൻ ഷെയ്ഡ്, സെയിം ക്രീം കളറിൽ തന്നെയാണ് അതും ചെയ്തേക്കുന്നത്. പറഞ്ഞ പോലെ മുമ്പേ കാണിച്ച പോലെ തന്നെയാണ് കേട്ടോ, എല്ലാം ഫുൾ വർക്ക് കൊടുത്ത് തന്നെ ചെയ്തേക്കുന്നത്. കുറേ ഷെയ്ഡ്സ് ഉണ്ടോ ഞാൻ പെട്ടെന്ന് കാണിച്ചു പോകാം. ഇതിൻ്റെ ബോട്ടം സെയിം തന്നെയാണ്. നമ്പർ AK335, റേറ്റ് 1550. അടുത്ത ഷെയ്ഡ് ഒരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല, നല്ല ലാവണ്ടർ ഷെയ്ഡാട്ടോ കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത്. നല്ല ലെങ്തി ആയിട്ട് ലൈറ്റുമാണ്. പിന്നെ ഇത് ഓർഗൻസയുടെ തന്നെ ഫാബ്രിക്കാണ്, പക്ഷേ ഭയങ്കര ഒതുങ്ങി കിടക്കുന്നതാണ്. നമ്മുടെ സാധാരണ പറന്ന് നിൽക്കുന്ന സൈസ് അല്ല, ഇതുപോലെ നന്നായിട്ട് ഒതുങ്ങി കിടക്കുന്ന സൈസ് ഫാബ്രിക്കിനാണ് മെറ്റീരിയൽ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബോട്ടം സെയിം തന്നെ. നമ്പർ AK337, റേറ്റ് 1550. നമുക്ക് അടുത്ത ഷെയ്ഡ് ഇതൊരു ലൈറ്റ് പീച്ച് കളറാണ്, നോർമൽ പീച്ച് അല്ല, നല്ല ചെറുതായിട്ടൊരു ഓറഞ്ച് ടോൺ വരുന്ന സൈസ് ലൈറ്റ് കളറില്ലേ, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ. അടിപൊളിയാണ് കാണാൻ. ഇതും നല്ല റെയറായിട്ട് കിട്ടുന്ന നല്ലൊരു കളർ കോമ്പിനേഷൻ എന്ന് പറയാം. ഇതിൻ്റെ ബോട്ടം സെയിം തന്നെയാണ്. എല്ലാം വാഷ് ചെയ്ത് ഉപയോഗിക്കാം കേട്ടോ, കൂടിയ ഫാബ്രിക് എന്തായാലും വാഷ് ചെയ്യുന്നതിൻ്റെ കുഴപ്പമൊന്നുമില്ല. നമ്പർ AK338, റേറ്റ് 1550. നമുക്ക് ഇതിൽ ലാസ്റ്റ് കളറാണ് കേട്ടോ, ഒരു 6 ഷെയ്ഡ്സുകളും ഉണ്ടായിരുന്നു. എല്ലാം ഒന്നിനൊന്നും വെച്ചായിട്ട് നല്ല നല്ല കളേഴ്സാണ് എല്ലാം. ഇതൊരു ഗ്രീനിഷ് ബ്ലൂ ആട്ടോ, ഭയങ്കര ബ്ലൂ അല്ല, എന്നാൽ ഗ്രീൻ അങ്ങനെ അങ്ങ് വിളിക്കാനും പറ്റണില്ല, ഒരു സീ ഗ്രീൻ്റെ ഒക്കെ ഒരു ടൈപ്പ് കളറ്. എന്നാൽ ബ്ലൂ ഉണ്ട് കേട്ടോ അതിൻ്റെ അകത്ത്, ബ്ലൂവും ഗ്രീനും കൂടെ ചേർന്നിട്ട് അത്രയും ഭംഗിയുള്ളൊരു ഷെയ്ഡ് എന്ന് പറയാം. ഫുൾ ആ ഒരു സെയിം വർക്ക് തന്നെ കേട്ടോ. ലൈറ്റ് ഷെയ്ഡ്സൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ടും, അല്ലാത്തവർക്ക് തന്നെ ഇഷ്ടപ്പെടും, കാരണം അത്രയും രസമാണ് ഇതിൻ്റെ ആ ഒരു കോമ്പിനേഷൻസ് കാണാനായിട്ട്. പേസ്റ്റൽ ഷെയ്ഡും അല്ല, അതിനേക്കാളും കുറച്ചുകൂടി ഒരു ഡാർക്കായിട്ട്, എന്നാൽ തീരെ ലൈറ്റും അല്ലാത്ത കോമ്പിനേഷൻസ്. പിന്നെ ഈ വർക്കിൻ്റെ ഉണ്ട് കേട്ടോ, ഫുൾ വർക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ബോട്ടം കൂടിയ മെറ്റീരിയലാണ്. നമ്പർ AK339, റേറ്റ് 1550.